ഹലോ, അസ്സലാമു അലൈക്കും. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്തിട്ട്. ഇതിലെ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ഇഫ്താറിനും വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം എന്തെന്ന് പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല, എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ഞാൻ പറയാം, കായ്പൊളിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനില്ലേ കൂടുതൽ വലിപ്പമില്ലാത്ത പഴമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു മീഡിയം സൈസായിട്ടുള്ള 4 പഴമാണ് എടുത്തത്. 4 പഴത്തിന് 4 മുട്ട എന്നുള്ള രീതിക്കാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടില്ലേ നമുക്ക് ഈ പഴയിൽ 4 സ്ലൈസ് ആക്കി കൊടുക്കാം കേട്ടോ. ഇതേപോലെ മുറിച്ചിട്ട് എന്നിട്ട് വേണം നമുക്കിത് ചെറിയ ചെറിയ പീസാക്കി എടുക്കാൻ. അപ്പോൾ നമുക്ക് ഈ നെയ്യിലിട്ട് ഫ്രൈ ആക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. ഇതുപോലെയാണ് ചെറിയ പീസായിട്ട് കട്ടാക്കി എടുക്കേണ്ടത്. പിന്നില്ലേ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ അറിയാത്ത ആരും ഉണ്ടാവില്ല, എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും അറിയാത്ത കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി ഇതിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അതാ നമ്മളെ ബനാന ഇങ്ങനെ വന്നിട്ടാണ് കട്ടാക്കി എടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ പീസായിട്ട്. പിന്നെ ഇതാ പതിവ് പോലെ ഗ്യാസ് ഓണാക്കുക, പാത്രം വെക്കുക. പാത്രം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് നല്ല നെയ്യിടാം. അപ്പോൾ ഞാനില്ലേ ഈ പാത്രത്തിൻ്റെ അടിയിൽ നമ്മൾ യൂസ് ആക്കാത്ത വേസ്റ്റ് ആയിട്ടുള്ള മൂടി ഉണ്ടാവില്ല, അത് വെച്ച് കൊടുത്തിട്ടുണ്ടായിന്. പിന്നെ ഇതാ പഴമിട്ട് പഴം നല്ലോണം ഇതുപോലെ ഇളക്കി കൊടുക്കണേ ആദ്യം. അല്ലെങ്കിൽ ചിലപ്പോൾ ചില പാത്രത്തിൽ ഒട്ടിപ്പിടിക്കും, ചിലതിൽ ഒട്ടിപ്പിടിക്കൂല. അപ്പോൾ ഇതാ നല്ലോണം അങ്ങ് ഇളക്കി കൊടുക്കുക ആദ്യം തന്നെ. നല്ലോണം ഇളക്കി കൊടുത്തിട്ടില്ലേ നമുക്ക് ബാക്കി പണികൾ ചെയ്ത് വെക്കാം. അപ്പോൾ അതിനും വേണ്ടിയിട്ടുള്ള മിക്സ് റെഡി ആക്കണമല്ലോ. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് 4 പഴത്തിന് 4 മുട്ട. അപ്പോൾ 4 മുട്ട ആദ്യം പൊട്ടിച്ച് വയ്ക്കുക പാത്രത്തിലോട്ട്, എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ മുട്ട ഒന്ന് മിക്സായി വരുമ്പോഴത്തേക്കും അതിലോട്ട് 4 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ പഞ്ചസാര എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മതിയാവൂലാന്ന് തോന്നിയത് കൊണ്ട് 1.5 ടേബിൾ സ്പൂൺ വീണ്ടും ആഡാക്കിയിട്ടുണ്ടായിനി. പിന്നെ കുറച്ച് ഏലക്കപ്പൊടി ആഡാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് സോഫ്റ്റ് ആവാനും ടേസ്റ്റി ആവാനും കുറച്ച് പാൽ വേണമെങ്കിൽ ഒഴിക്കാം, ഓപ്ഷനിലാണ്. ഞാൻ കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ടില്ലേ നമുക്കതിൽ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച പഴം അതിലോട്ടിടാം. പഴമില്ലേ കുറച്ച് ചെറിയ പാത്രമായതുകൊണ്ട് തന്നെയെന്ന് തോന്നുന്നു കുറച്ച് ഉടഞ്ഞു പോയിട്ടുണ്ട് അതിന് പഴം. കുഴപ്പമില്ല, ടേസ്റ്റി തന്നെ ആയിരിക്കും കേട്ടോ. പഴം ഉടഞ്ഞു പോയാലും പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് പഴം നല്ലോണം അതിലിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മിക്സിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി പാത്രം ചൂടായിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനില്ല ഈ പാത്രത്തിൻ്റെ അടിയിൽ ഒരു മൂടിയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ 4 പഴവും ചെറിയ പാത്രവും ആയതുകൊണ്ട് ഞാൻ 2 സ്റ്റെപ്പായിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. കൂടുതൽ തിക്കായ പിന്നെ നമുക്ക് തടിപ്പ് കൂടിയാൽ പിന്നെ ഒരു ടേസ്റ്റ് ഇല്ലാത്തൊരു ഫീൽ വരണ്ടാന്ന് വിചാരിച്ചിട്ട് തിന്നായിട്ടാണെങ്കിൽ നമുക്ക് തിന്നാനും നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അതാ നമ്മളെ ഈ ഒരു കായ്പോളൻ്റെ ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അത് ഇതാണ് കേട്ടോ ഫൈനലായിട്ട് ഇതിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. എല്ലാവരും നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിത് ഇങ്ങനെ കുറച്ചാൾക്ക് ഷെയർ ആക്കിയിട്ടുണ്ടായിനി. അതായത് വീഡിയോ അല്ല, ഈ സ്നാക്കാണ് കേട്ടോ ഷെയർ ആക്കിയത്. പിന്നെ ഇതില്ലേ ഡോണറ്റും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല.